കട്ടപ്പന ഇരട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതി നിധീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ശനിയാഴ്ച വരെയാണ് കസ്റ്റഡി കാലാവധി. പ്രതി അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നില്ലെന്നും പലതവണ മൊഴി മാറ്റിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. രണ്ടാം പ്രതി വിഷ്ണുവിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റി. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, ഇപ്പോൾ ഇതിന്റെ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയാണോ? ഈ നിധീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുമെന്നാണോ പോലീസ് പ്രതീക്ഷിക്കുന്നത്? വിനീത, തീർച്ചയായിട്ടും അന്വേഷണം വഴിമുട്ടി എന്നുള്ളതല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് ഈ പറയപ്പെടുന്ന പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ കസ്റ്റഡി അപേക്ഷയിലൂടെ പോലീസ് കോടതിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയായിട്ടുള്ള നിധീഷിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കുകയും ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാം പ്രതിയായിട്ടുള്ള സുമയെയും ഒപ്പം തന്നെ നാലാം പ്രതിയായി പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഈ നവജാത ശിശുവിന്റെ മാതാവിനെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിജയനെ കൊലപ്പെടുത്തിയിരിക്കുന്നതും ഒപ്പം തന്നെ 2016 നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നുള്ളത് പ്രതിയുടെ മൊഴിയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കക്കാട്ടുകടയുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ വിജയന്റെ മൃതദേഹം കണ്ടെത്തുവാൻ, അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ രണ്ടാമതായിട്ടുള്ള 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന് പറയപ്പെടുന്ന കട്ടപ്പന സാഗരകവലയിലെ ജംഗ്ഷനിൽ നടത്തിയിട്ടുള്ള തെരച്ചിലിൽ അവിടെ നിന്നും ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കുട്ടിയുടേത് കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ പ്രതി നിധീഷ് മൊഴി മാറ്റി പറയുന്ന സാഹചര്യമുണ്ട്. മറ്റാരെയും അറിയിക്കാതെ ഇവിടെ നിന്നും മൃതദേഹം താൻ എടുത്തു മാറ്റി എന്നതടക്കമുള്ള മൊഴികൾ മാറ്റുന്നുണ്ട്. എന്നാൽ മറ്റു പ്രതികൾ ഇക്കാര്യം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം ഈ കുഴിച്ചുമൂടി എന്ന് പറയപ്പെടുന്ന മൊഴിയിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ് മറ്റു പ്രതികൾ. ഇത് എടുത്തു മാറ്റി എന്നാണ് നിധീഷ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായിരുന്നാലും പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കി SP നേതൃത്വത്തിലുള്ള 10 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായിട്ട് DIG വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അന്വേഷണം വളരെ വ്യക്തമായി പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഏതായാലും മുഖ്യപ്രതി നിധീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. സന്ദീപ് രാജാക്കാട് വിവരങ്ങൾ നൽകുകയായിരുന്നു.